ഓം നാസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥാം നൈരുച്യം ധനശോഷണം മലമയീ ശയ്യാജ സംവത്സരീ ഏകസ്യാപി നഗർഭഭാരഭരണക്ലേശസ്യാം ക്ഷമോ ദാതും നിഷ്കൃതിയുന്നതോ വിതനയാ തസ്യൈ ജനന്യൈ നമാം തസ്യൈ ജനന്യൈ നമാം തസ്യൈ മമ ജനന്യൈ നമാം. ഓം അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരുനാഥ. ജനകായ നമോ നമഃ. ജനകായ നമോ നമഃ. മമ ജനകായ നമോ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം ഹ്രൂം നമഃ പരായ ഗോപ്ത്രേ നമഃ. ഓം വജദ്ഭുവേ നമഃ. ഓം ഹ്രീം നമഃ. ഓം ഐം ക്ലീം രക്തേശ്വരീ നമഃ. ഓം നമോ നാരായണായ രക്ഷസ്സുമൂർത്തേ നമഃ. പുത്തൻകാവിലമ്മേ ശരണം. പെരുമ്പാലൂരമ്മേ ശരണം. ശ്രീധർമ്മശാസ്താവേ ശരണം. ഹനുമൻ സ്വാമിയേ ശരണം. ശ്രീ അന്നപൂർണേശ്വരീ ശരണം. സർവദാഭ്യോം ദേവതാഭ്യോം നമഃ. മാത്തൂർക്കാവിലമ്മേ ശരണം. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനി ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രിയേ. വാണീ ദോഷമശേഷമാശു കളവാനെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. സുഹൃതികളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. അനുഗ്രഹീതമായിരിക്കുന്ന ഈ പുണ്യ ദിവസം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവൈശ്വര്യ പ്രദായകനായിരിക്കുന്ന ഭഗവാൻ, സർവൈശ്വര്യ പ്രദായിനിയായിരിക്കുന്ന ഭഗവതി, ഇവ രണ്ടും നമുക്ക് സർവവിധങ്ങളായിരിക്കുന്ന അനുഗ്രഹ കലകളെ നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകണം എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഈശ്വരീയതകളും നമുക്കുണ്ടാകണം. അപ്പോൾ ഈശ്വരീയതകൾ നമുക്കുണ്ടാകുക, അതിനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഈശ്വരീയത നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള ശ്രീ അനുചേച്ചി നമസ്കാരം, അജിത മുരളി നമസ്കാരം, ശ്രീ ഭരത് നായർ നമസ്കാരം, ബിന്ദു കൃഷ്ണ നമസ്കാരം, സുധാബാലൻ നമസ്കാരം, രശ്മി സന്തോഷ് നമസ്കാരം, രുക്മിണി നാട്ടുള്ളി നമസ്കാരം, ശൈലജ പട്ടേൽ നമസ്കാരം, രജനി രാമേന്ദ്രൻ നമസ്കാരം, ഭരതൻ നമസ്കാരം, ഗിരിജ ഗംഗാധര നമസ്കാരം, മാത്തൂർക്കാവിലമ്മ നടേശൻ നമസ്കാരം. രശ്മി ചോദിക്കുന്നവരെ മാത്തൂർക്കാവിലമ്മ കാണാനില്ലല്ലോ. മാത്തൂരമ്മ അല്പം തിരക്കിലാണ്. അവിടെ വലിയ പ്രോഗ്രാമാണ്. ഇന്നലെ മാത്തൂർ അമ്പലത്തിൽ നിന്ന് വിളിച്ചിരുന്നു.
നവരാത്രിക്ക് ഒരു ദിവസത്തെ പ്രഭാഷണം വേണം എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം വിജയദശമി ദിവസം വൈകിട്ട് ഒരു വിദ്യാരാജഗോപാല പൂജയും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും അവരവരുടെ കുട്ടികൾ അവരവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് അവരവർ പഠിക്കുന്ന പുസ്തകത്തെയും പേനയും പൂജിക്കാനുള്ള ഒരു ചടങ്ങ് വിജയദശമി ദിവസം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഒരു തിരക്കിലാണ് അവർ ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. കാരണം ഇപ്പോൾ ഒരുപാട് ലൈവ് പ്രോഗ്രാമുകൾ അതിനകത്തിലുണ്ട്. അദ്ദേഹത്തിന് എപ്പോഴും ഓടിയെത്താൻ സാധിക്കുന്നില്ല എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ എപ്പോഴും മത്തൂരമ്മയുടെ ഒരു അനുഗ്രഹവും അനുവാദവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. അക്കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. എല്ലാ അനുഗ്രഹ കലകളും നമ്മളുടെ ജീവിതത്തിൽ ഗുണകരമായി വന്ന് ഭവിക്കുവാൻ ജഗദീശ്വരനും ജഗദീശ്വരിയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്, നമുക്കറിയാം യോഗവാസിഷ്ടത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന ഗുണങ്ങളെയും അറിവുകളെയും നമുക്ക് നൽകുന്ന ഉൽപ്പത്തി പ്രകരണം എന്ന മൂന്നാമത്തെ പ്രകരണത്തിലെ ഒന്നാമത്തെ സർഗം നമ്മൾ 2 ഭാഗമായിട്ടാണ് കഴിഞ്ഞത്. ശ്രീലതാദേവി നമസ്കാരം. പക്ഷേ അതോടൊപ്പം തന്നെ സർഗം 2 എന്ന് പറയുന്നത് ലീലോപാഖ്യാനം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഈ ലീലോപാഖ്യാനം എന്ന് പറയുന്ന ഭാഗം ഏകദേശം 20ഓളം പേജുകൾ ഉണ്ട് എന്നുള്ളതാണ്. 2 പേര് തമ്മിൽ സംസാരിക്കുന്ന കാര്യം. അതായത് വസിഷ്ഠ മഹർഷി രാമനോട് പറയുന്നുണ്ട്, രാമ, ശ്രീലതാ ഗിരീഷ് നമസ്കാരം, നിനക്ക് ഞാൻ നല്ലൊരു കഥ പറഞ്ഞു തരാം. അത് ലീലാദേവിയുടെ കഥയാണ്. ആ ലീലാദേവിയുടെ കഥയിൽ ലീലാദേവിയുടെ ചില ധാരണകളും ചിന്തകളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യവും കൂടിയാണ്. അതിൻ്റെ കഥാഭാഗത്തേക്ക് പോകുമ്പോൾ, പണ്ട് പത്മൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. സുരേഷ് നിമിയ നമസ്കാരം. പണ്ട് പത്മൻ എന്നു പേരുള്ള ഒരു രാജാവ്. ആ രാജാവ് വളരെയധികം ശ്രേഷ്ഠനാണ്. ഒരു രാജകീയമായിരിക്കുന്ന അധികാരവും ഗുണവും ആദരവുമെല്ലാം സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന ആളാണ്. എല്ലാ കർമ്മങ്ങൾ മേഖലകളിലും, അതായത് അദ്ദേഹം ശത്രുക്കൾക്ക് അന്ധകാരത്തിൽ പെടുന്ന ഭയത്തെ ഉണ്ടാക്കുന്ന ആളാണ്. ശ്രീലതാ ഗിരീഷ് നമസ്കാരം. വിജയകുമാർ നമസ്കാരം. അദ്ദേഹം ഒരുപാട് മക്കളുള്ള ഒരാളോടാണ്. ലീലാകുമാരി നമസ്കാരം. നമസ്കാരം ടീച്ചറെ. ലീലാകുമാരി എന്ന ആൾ അധ്യാപികയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനത്തെ അമ്മയും അച്ഛനും ഗുരുവും ഇത് 3ഉം ഈശ്വരനാണ്. അപ്പോൾ ആ പാദങ്ങളെ, ആ അധ്യാപികയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. അപ്പോൾ ലീലാവതി എന്ന രാജാവിൻ്റെ ധർമ്മപത്നി, രാജാവിന് എപ്രകാരമാണോ ഗുണങ്ങളുള്ളത് അതിൻ്റെ ഇരട്ടി ഗുണങ്ങളുള്ള ആളാണ് ഭാര്യയായിരിക്കുന്ന ലീലാവതി. അപ്പോൾ ആ ലീല എന്നു പേരുള്ള സദ്ഗുണ സൗഭാഗ്യ സമ്പന്നയായിരിക്കുന്ന ആ ഭാര്യ, ഒരു ഭാര്യ ഭർത്താവിനോട് എപ്രകാരമാണോ ആകേണ്ടത് എന്ന് കൃത്യമായിട്ട് വസിഷ്ഠ മഹർഷി ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും പറയുന്നത്, സർവൈശ്വര്യപ്രദായിനിയായിരിക്കുന്ന മഹാലക്ഷ്മിയെ പോലെ അതീവ സുന്ദരിയായിട്ടായിരുന്നു നടന്നിരുന്നത്. എപ്പോഴും ഒരു ഭാര്യ ഭർത്താവിൻ്റെ മുൻപിൽ സഹിതം വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി നടക്കേണ്ടവളാണ് എന്ന് പറയും. ഭർത്താവ് ദുഃഖിക്കുമ്പോൾ ആ ദുഃഖത്തിൻ്റെ ആഴത്തിൻ്റെ ഇരട്ടി ആഴം ഭാര്യയിൽ പ്രകടമായിരുന്നു. ഒപ്പം ഭർത്താവ് സന്തോഷിക്കുമ്പോൾ
ആ സന്തോഷത്തിൻ്റെ ഇരട്ടി സന്തോഷം ആ ഭാര്യയിലും കാണുമായിരുന്നു. ഭർത്താവ് ക്രുദ്ധനായാൽ ഒരു മാൻപേടയ്ക്ക് തുല്യം വിറച്ചുകൊണ്ട് നിൽക്കും. ഭർത്താവ് തൻ്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടതാണ് എന്ന് എല്ലാ രീതിയിലും സമൂഹത്തെ ബോധ്യപ്പെടുത്തുമായിരുന്നു. കാരണം ഭർത്താവ് ചിന്തിക്കുന്നിടത്ത് ഭാര്യ പറയാതെ അറിഞ്ഞ് ചെയ്യുന്നവളായി മാറുന്നവളാണ്. അതാണ് യഥാർത്ഥ ഭാര്യ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഭർത്താവിൻ്റെ വില എന്ന് പറയുന്നത്, ഭർത്താവിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഭാര്യയുടെ ആകത്തുകയാണ്. സമൂഹം അദ്ദേഹം നല്ലൊരു ഭർത്താവാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ഭാര്യ പരിപൂർണ ഗുണമുള്ള ആളാണ് എന്നാണ് അർത്ഥം. ഭർത്താവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ കുറവ് ഭാര്യയുടെ കുറവായിരുന്നു. ഭർത്താവിന് ദുഃഖമുണ്ട് എങ്കിൽ അതിനേക്കാൾ വലിയ ദുഃഖം ഭാര്യയിൽ വരുമ്പോൾ ആ ഭാര്യ തൻ്റെ ദുഃഖത്തെ മാറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് ഭർത്താവിൻ്റെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നതായി മാറപ്പെടും. അപ്പോൾ ഭർത്താവിൽ എപ്പോഴും ശ്രദ്ധയുള്ളവളായിരിക്കണം ഭാര്യ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഓരോ തലങ്ങളിലാണ് അതിനെ പറഞ്ഞു തരുന്നതും എന്നുള്ളതാണ്. ഏതൊരു ഗ്രന്ഥം എടുത്താലും ആ ഗ്രന്ഥത്തിൻ്റെ ഏത് തലങ്ങളിലേക്ക് നമ്മൾ നോക്കിയാലും എപ്പോഴും ഈശ്വരീയത നിറഞ്ഞ ഈശ്വരൻ്റെ സങ്കല്പങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം കുടുംബ ബന്ധങ്ങളുടെ മംഗളകരമായിരിക്കുന്ന യാത്രകളെ പറ്റിയാണ്. അതുകൊണ്ടാണ് ഏതൊരു ഈശ്വരനും ഭാര്യാസമേതനായിരിക്കുന്ന ഈശ്വരന്മാരായി നിന്നുകൊണ്ട് ഭർത്താവ് ഭാര്യയെ ഇല്ലാതെ ഒരു അവതാരമില്ല എന്ന് ശ്രീപരമേശ്വരനും ഭർത്താവ് ഭാര്യയെ ഇല്ലാതെ ഉള്ളൂ എല്ലാ അവതാരങ്ങളും എന്ന് തുടങ്ങുന്നത് മഹാവിഷ്ണുവിലും കൂടി തുടങ്ങുമ്പോൾ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഭാര്യയില്ലാതെ ഭർത്താവ് മാത്രമായി ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ നേരിടേണ്ടി വന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം സമൂഹത്തെ പറഞ്ഞു മനസ്സിലാക്കി തെളിയിച്ചു തരുന്നതായിരുന്നു. അപ്പോൾ ഒരു പുരുഷൻ പൂർണ്ണതയാകണമെങ്കിൽ അവനോടൊപ്പം ഭാര്യ പൂർണ്ണതയുള്ള ആളായി തന്നെ നിൽക്കണം. ഭാര്യയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ അഭിമാനവും കൂടിയാണ് എന്ന് ചിന്തിക്കണം. ഭർത്താവിൻ്റെ അഭിമാനമാണ്, ഭർത്താവിൻ്റെ അന്തസ്സാണ് ഭാര്യയുടെ ഗുണം എന്നും ചിന്തിക്കണം. ഭർത്താവ് മോശമാണ് എങ്കിൽ അതിൻ്റെ ആക്ഷേപം, ബിജു നമസ്കാരം, രശ്മിയുടെ ആഗ്രഹം പോലെ മാത്തൂരമ്മ എത്തിയല്ലോ. ഇപ്പം മാത്തൂർക്കാവിലമ്മ 2 ദിവസമായിട്ട് വരുന്നില്ല എന്ന് ഇപ്പോൾ ഇവിടെ ഒരാൾ അഭിപ്രായപ്പെട്ടതേ ഉള്ളൂ, എൻ്റെ അയൽവക്കത്തെ രശ്മി. അപ്പോൾ അതിനകത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഉടനെ എത്തിക്കോളും. ഒപ്പം ഇന്നലെ നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യമൊക്കെ, വിജയദശമിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് മാത്തൂരമ്മയുടെ സാന്നിധ്യം. നമ്മൾ ആഗ്രഹിച്ചപ്പോൾ തന്നെ മാത്തൂരമ്മ അവിടെ എത്തിയത് വളരെയധികം സന്തോഷമുണ്ട്. മാത്തൂരമ്മയെ കാണാൻ എല്ലാവർക്കും ആഗ്രഹവും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ കുടുംബജീവിതത്തിൻ്റെ ബന്ധത്തെ, ബലത്തെ പറഞ്ഞ് ബലമാക്കുന്ന ഒരു സങ്കല്പങ്ങളാണ് പൂർണ്ണമായിട്ടും നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. അതിൻ്റെ അർത്ഥം കുടുംബജീവിതമാണ് എപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം. സമ്പത്തോ അല്ലെങ്കിൽ വലിയ വീടോ ഇവയൊന്നുമല്ല ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയത് എന്ന് പറയേണ്ടത്. ഞാൻ വലിയൊരു വീട് വെച്ചു, എൻ്റെ കയ്യിൽ ഒരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ട്, ഇതൊക്കെ പറയുന്നത് നമ്മൾ വലിയ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ ഇവയ്ക്കൊന്നും പരിപൂർണതയുള്ളതല്ല. മറിച്ച് യഥാർത്ഥ പരിപൂർണത എന്ന് പറയുന്നത്
നല്ല ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളാണ് എന്ന് പറയുന്നിടത്താണ്. അതാണ് യഥാർത്ഥമായിരിക്കുന്ന അഭിമാനമായിട്ട് നമ്മൾ കാണേണ്ടത്. ഇവിടെ അതുതന്നെയാണ് പത്മൻ എന്ന രാജാവും ലീല എന്ന് പറയുന്ന ഭാര്യയും തമ്മിലുള്ള ഗുണത്തെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ തൻ്റെ ഭർത്താവ് തനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടതാണ് എന്ന് സ്വയം ചിന്തിച്ച് ഭർത്താവിൻ്റെ ചിന്താധാരകളെല്ലാം കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി ഭർത്താവ് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ചെയ്തു കഴിയുന്ന നല്ല ഉത്തമയായിരിക്കുന്ന ഭാര്യയായി മാറപ്പെട്ട ഒരു സങ്കല്പം. ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞ ഒരു മഹർഷി ഉണ്ടായിരുന്നു. ഭാര്യ എന്താണ് എന്ന് പറയുന്ന, എങ്ങനെയായിരിക്കണം എന്ന് ഭാര്യ എന്ന ഭാര്യയായിട്ട് വന്ന പെൺകുട്ടി വൃദ്ധനും ഒക്കെ ആയിട്ടുള്ള ഋഷിയുമായിരിക്കുന്ന ഒരാളോട് ചോദിച്ചു, എന്താണ് ഭാര്യ ധർമ്മം? കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള ഞാൻ അങ്ങയുടെ ധർമ്മപത്നി എന്ന തലത്തിൽ നിൽക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളുടെ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടാകണം, അല്ലെങ്കിൽ കുടുംബജീവിതം എന്താ, എങ്ങനെ, ഏത് വിധത്തിൽ വേണമെന്ന് ഒരറിവുമില്ലാത്തതാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് യഥാർത്ഥമായിരിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ അവസ്ഥകളെപ്പറ്റി പറഞ്ഞു തരണമെന്ന് തൻ്റെ ഭർത്താവായിരിക്കുന്ന വൃദ്ധനായിരിക്കുന്ന ആ ഋഷിയോട് പറഞ്ഞപ്പോൾ ആ ഋഷി പറഞ്ഞു കൊടുത്ത പല ന്യായങ്ങളുണ്ട്. ഈ പല ന്യായങ്ങൾ ഒരു ഭാര്യ എന്ന നിലയിൽ താൻ അറിയുകയും മനസ്സിലാക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവരുടെ ജീവിതം ഗുണകരമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ്. ആ മഹർഷിയുടെ പേര് ച്യവനൻ എന്നാണ്. അപ്പോൾ ജീവിതത്തിൽ യഥാർത്ഥമായിരിക്കുന്ന ഗുണങ്ങളെ മനസ്സിലാക്കി ധരിപ്പിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, കുടുംബ ബന്ധങ്ങളുടെ ബലത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാൻ, താൻ തൻ്റെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവിൻ്റെ ചെറിയ കുറവുകൾ പോലും തനിക്ക് വലിയ വേദനകളാണെന്ന് വിചാരിച്ചിരുന്ന ലീല ഒരു വലിയ വിഷമത്തിൽ ചെന്നുപെട്ടു. അവളുടെ വിഷമം എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയും തോറും താനും തൻ്റെ ഭർത്താവും തമ്മിലുള്ള സുഖകരമായിരിക്കുന്ന കുടുംബ ദാമ്പത്തിക ജീവിതം ചെറിയ ബുദ്ധിമുട്ടുകളിൽ കൂടി പോകുമെന്ന് ഭയന്നു. കാരണം തൻ്റെ ഭർത്താവ് ദിനം പ്രതി വാർദ്ധക്യത്തിലേക്കാണ് പോകുന്നത്. തൻ്റെ ഭർത്താവിന് ജരാനരകൾ ബാധിക്കുന്നു. അപ്പോൾ തങ്ങളുടെ കുടുംബജീവിതത്തിന് നേരിയ കുറവുകൾ ഉണ്ടാകുമ്പോൾ തനിക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും ഗുണവും ബലവും എല്ലാം കുറഞ്ഞു പോകുമെന്ന് ഭയന്ന ലീല ഇതിനെന്താണ് തൻ്റെ ഭർത്താവിന് ജരാനരകൾ ബാധിക്കാതെ പൂർണ്ണ യൗവനയുക്തനായിട്ട് തന്നെ നിലനിൽക്കുവാൻ എന്ത് പരിഹാരം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അവിടെയുള്ള കൊട്ടാരത്തിലുള്ള എല്ലാ ഋഷിതുല്യരായിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ആൾക്കാരെയും വിളിച്ചു ചോദിച്ചു. താര നീലാംബരി, നമസ്കാരം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ധ്യാനം നടത്തിയാൽ മതി, ഒപ്പം തപസ് ചെയ്താൽ മതി, ജപം തുടങ്ങിയാൽ മതി എന്ന് അവരവരുടെ അറിവുകൾ അനുസരിച്ചുള്ള പരിഹാരങ്ങൾ അവർ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഈ പരിഹാരങ്ങൾ കൊണ്ട് ഒന്നുകൊണ്ടും ഒരു വ്യക്തിക്ക് അമരത്വം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പം അമരത്വം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിട്ട് ഒന്നേ ഉള്ളൂ, അത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഈശ്വരനും അമരത്വം ഉള്ളതായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അമരത്വം ഉള്ളതായിട്ട് കാണിച്ചിട്ടില്ല. ചിരഞ്ജീവികളായി കുറച്ചു പേരുണ്ടെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് ദേവതാ സങ്കല്പത്തിലുള്ളവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ലീലേ നിനക്ക് നിന്റെ ആഗ്രഹം സാധിക്കത്തുള്ളൂ എന്ന് പൊതുവായി കിട്ടിയ
മറുപടി കൊണ്ട് ലീല തപസ്സിനായി മാറുകയാണ്. തൻ്റെ ഭർത്താവിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ 3 ദിവസം കൂടുമ്പോൾ വ്രതമെടുത്ത്, കഠിനമായിരിക്കുന്ന വ്രതമെടുത്ത്, ആ വ്രതം പാരണകൾ വീടിക്കൊണ്ട്, മണികണ്ഠൻ ചേട്ടാ നമസ്കാരം, ആചാര്യനാണ്, നമുക്കെല്ലാവർക്കും പരിചിതനാണ്. മണികണ്ഠൻ ചേട്ടൻ്റെ ആ സാന്നിധ്യം വളരെ സന്തോഷമുണ്ട്. അങ്ങയുടെ ആ അനുഗ്രഹത്തിന് അങ്ങയുടെ പാദങ്ങളെ നമസ്കരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഏത് വിധത്തിലുള്ള കൃത്യമായിരിക്കുന്ന വ്രതനിഷ്ഠ എടുക്കുമ്പോഴും ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ വ്രതമെടുക്കാൻ പാടില്ല എന്ന് കൃത്യമായിരിക്കുന്നൊരു നിയമമുള്ളപ്പോൾ തന്നെ ഭർത്താവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും സഹിതം അതിനൊരു ഗുണമുണ്ടാകെ ആയിക്കോട്ടെ. അപ്പോൾ ഭർത്താവിൻ്റെ ജീവന് ഗുണമുണ്ടാകത്തക്ക വിധത്തിൽ ഒരു ദേവതയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് സരസ്വതി ദേവിയെ തപസ് ചെയ്യുകയാണ്. അങ്ങനെ 300 രാത്രികളോളം കഠോര തപസ്സിലൂടെ ആ ലീല മുന്നോട്ട് പോയി. അങ്ങനെ 300 ദിവസം കഴിഞ്ഞപ്പോൾ സരസ്വതി ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകുകയാണ്. അങ്ങനെ സരസ്വതി ദേവി പ്രത്യക്ഷയായിട്ട് ചോദിച്ചു, എന്ത് വരമാണ് നിനക്ക് വേണ്ടത്? നിന്റെ പ്രാർത്ഥനയും നിന്റെ തപസ്സുമെല്ലാം വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിക്കുന്നു. എന്താണ് വേണ്ടത് നിനക്ക് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് 2 വരങ്ങളാണ് ദേവി നൽകേണ്ടത്. ഒന്ന്, എൻ്റെ ഭർത്താവ് മരിച്ചാലും അദ്ദേഹത്തിൻ്റെ ജീവൻ അവിടെ നിന്ന് പോകരുത്. ഒപ്പം ഞാൻ എപ്പോഴാണോ ദേവിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ആ സമയത്ത് ദേവിയുടെ സാന്നിധ്യം എനിക്കുണ്ടാകണം. അങ്ങനെ ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള 2 വരങ്ങളും കൊടുത്ത് ദേവി അപ്രത്യക്ഷയായി. അല്പം കാലം കൂടി കഴിഞ്ഞപ്പോൾ രാജാവ് മരണപ്പെട്ടു. അപ്പോൾ ദേവിയെ ഭജിച്ചു. ദേവി എത്തിയിട്ട് പറഞ്ഞു, നിന്റെ ഭർത്താവിൻ്റെ ശരീരമൊന്നും അഴുകില്ല, ജീവൻ അവിടെ നിന്ന് പോകില്ല, അതുകൊണ്ട് നല്ല പൂക്കളിട്ട് അതിനെ സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞിട്ടും ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, 3 തരത്തിലുള്ള നീ ഒരു യാത്ര പോകണം. അത് 3 ആകാശങ്ങളിലൂടെ ഒരു യാത്ര പോകണം. 3 തലത്തിലാണ് ആകാശം ഇരിക്കുന്നത് എന്നാണ് നിയമം. ചിത്താകാശവും ചിതാകാശവും കേവലാകാശവും. 3 തരം ആകാശമുണ്ട്. ചിത്താകാശവും ചിതാകാശവും കേവലാകാശവും. അതിൽ ചിതാകാശം എന്ന് പറയുന്നത് ആകാശത്തേക്കാൾ കൂടുതൽ ശൂന്യതയുള്ള സ്ഥലമാണ്. മധ്യമമായിരിക്കുന്ന ചിതാകാശം നിമിഷ നേരം കൊണ്ട് പല പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിവുള്ളതാണ്. കേവലാകാശം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന ആകാശമാണ്. അപ്പോൾ കേവലാകാശത്തിൽ നിന്നും ചിതാകാശത്തിലേക്കും ചിതാകാശത്തിൽ നിന്നും ചിത്താകാശത്തിലേക്കും നീ സഞ്ചരിക്കണം. നമുക്കറിയാം, ഈ ആകാശം, നമ്മൾ ഈ കാണുന്ന ഒരു ആകാശം, അതിനു മുകളിൽ ഒരു ആകാശ സങ്കല്പമുണ്ട്. അതിനും മുകളിലുണ്ട് ഒരു ശൂന്യമായിരിക്കുന്നൊരു ആകാശബന്ധം, ഇല്ലേ? അവിടെയാണ് പലതും നമ്മൾ യാത്രകളൊക്കെ പോകുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സങ്കല്പങ്ങളെയെല്ലാം പരമശാന്തമായിരിക്കുന്ന പദം പ്രാപിക്കാനായിട്ട് നീ ഇതിലൂടെ കടന്നു പോകണം. ബിനു പിള്ള നമസ്കാരം. നമ്മളോട് പറഞ്ഞു തരികയാണ്, ലീലയോട് പറയുകയാണ്, നീ ഇവിടെ നിന്ന് ഇനി യാത്ര പുറപ്പെടണം. 3 ആകാശത്തിലൂടെ നീ യാത്ര പുറപ്പെടണം. ഒന്ന്, കേവലാകാശം, ഈ കാണുന്ന ആകാശത്തിലേക്ക് നീ ചെല്ലണം. അവിടുന്ന് ചിതാകാശത്തിലേക്ക് നീ ചെല്ലണം. ആ ചിതാകാശത്തിൽ നിന്നും ചിത്താകാശത്തിലേക്ക് ചെല്ലണം.
രണ്ടാമത് നമ്മൾ കാണുന്ന ആകാശമാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്നു. നമുക്ക് കാണുന്നില്ല ആകാശം ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നതായിട്ട്. അതാണ് ചിതാകാശം. ചിത്താകാശം എന്ന് പറയുന്നത് യഥാർത്ഥമായിരിക്കുന്ന ആകാശം. അവിടെ ശൂന്യതയാണ്. അവിടെ വായു പോലും അവിടെ ഇല്ല. നീ അവിടേക്ക് ചെല്ലണം. അവിടെയാണ് നീ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥകളെ നീ കാണുന്നത്. അങ്ങനെ ദേവിയുടെ അനുഗ്രഹത്താൽ ലീല കേവലാകാശവും ചിതാകാശവും കഴിഞ്ഞ് ചിത്താകാശത്തിലേക്ക് എത്തിയപ്പോൾ മറ്റൊരു സ്ഥലത്തെ കാണുകയാണ്. ആ മറ്റൊരു സ്ഥലത്തിന് പേര്, ഒരു ഗ്രാമമാണ്, ഗിരിഗ്രാമം എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. ആ ഗിരിഗ്രാമത്തിൽ ഒരു രാജാവുണ്ട്. കേവലം 16 വയസ്സോളം പ്രായം തോന്നുന്ന വിധത്തിലുള്ള ഒരു രാജാവിനെ കണ്ടു. ആ രാജാവിനെ കണ്ടപ്പോൾ തന്നെ ലീലയ്ക്ക് മനസ്സിലായി അത് തൻ്റെ ഭർത്താവാണ് എന്ന്. അപ്പോൾ ആ ഭർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ആ ഭർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്ന്, ചേട്ടാ നമസ്കാരം, MNM ശർമ്മ, അദ്ദേഹം നമ്മുടെ ബന്ധുവാണ്, അദ്ദേഹത്തിന് ഒരു നമസ്കാരം. അപ്പോൾ അങ്ങനെ ആ തലത്തിലേക്ക് ചെന്ന് ഈ രാജാവിനെ കണ്ടപ്പോൾ തൻ്റെ ഭർത്താവിനെ പോലെ നിൽക്കുന്ന, ഭർത്താവിൻ്റെ ആ ഒരു എല്ലാ പ്രഭാവത്തോടു കൂടി നിൽക്കുന്ന ആളിനെ കണ്ടപ്പോൾ ലീല സരസ്വതി ദേവിയോട് ചോദിച്ചു, ഇതാരാണ് എന്ന്. അപ്പോൾ ഈ രാജാവിൻ്റെ കഥ സരസ്വതി ദേവി പറയും. ഇത് എൻ്റെ കൂടെ നിങ്ങൾ വന്നെങ്കിലേ ആ കഥ കിട്ടത്തുള്ളൂ. നമ്മൾ പത്മൻ എന്ന രാജാവിൻ്റെ ഭാര്യ ലീലയിൽ നിന്നും സരസ്വതിയുടെ കയ്യിൽ നിന്നും വരങ്ങൾ മേടിച്ച്, സരസ്വതി ദേവിയുടെ കയ്യിൽ നിന്നും വരങ്ങൾ മേടിച്ച് അവിടെ നിന്നും പിന്നീട് ലീല ആകാശത്തിലൂടെ യാത്ര ചെയ്തിട്ടാണ് ഈ രാജാവിനെ കാണുന്നത്. അപ്പോൾ ഈ രാജാവിൻ്റെ പൂർവ്വകഥ പറഞ്ഞതാണ്. അദ്ദേഹം ഒരു ഋഷിതുല്യനായിരിക്കുന്ന ആളായിരുന്നു. ലതാ നായർ നമസ്കാരം. അദ്ദേഹത്തിൻ്റെ പേര് വസിഷ്ഠൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ധർമ്മപത്നിയുടെ പേര് അരുന്ധതി എന്ന് തന്നെ ആയിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത, ഇന്ന് ലീല എങ്ങനെയാണോ നിന്നത് അതുപോലെയാണ് അരുന്ധതി വസിഷ്ഠനോട് നിന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഈ വസിഷ്ഠൻ ഒരു പർവ്വതത്തിൻ്റെ അടുക്കൽ ഇരുന്ന് തപസ് ചെയ്യുമ്പോൾ താഴെ ഒരു രാജാവ് സൈന്യസമേതം പോകുന്നത് കണ്ടപ്പോൾ മനസ്സിൽ ആഗ്രഹം തോന്നി, ഒരു നല്ല രാജാവായിട്ട് ജീവിച്ചാൽ കൊള്ളാമെന്ന്. അങ്ങനെ രാജാവായി മാറിയതാണ് ഈ പത്മൻ എന്ന രാജാവ്. അതിൽ അരുന്ധതി എന്ന ദേവിയാണ്, വസിഷ്ഠൻ്റെ ഭാര്യയാണ് ഇവിടെ ലീലയായി മാറിയിരിക്കുന്നത്. അപ്പോൾ ലീലയ്ക്ക് അതിശയം, ഞങ്ങളുടെ പൂർവജന്മം ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇതിങ്ങനെ കാണുന്നത്? ഞാനിപ്പോൾ സുരേഷ് കുമാർ നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. എൻ്റെ പൂർവജന്മം അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് പിന്നീട് ഇവരെ കാണുന്നത്? അപ്പോൾ ഭഗവതി പറയുകയാണ്, ഈ ലോകത്ത് നശ്വരമായിരിക്കുന്നതും ശാശ്വതമായിരിക്കുന്നതുമായിട്ട് ഒന്നുമില്ല. എല്ലാം നശ്വരവും ശാശ്വതവുമാണ്. ഇവിടെ ഒന്നും ഉണ്ടാകുന്നുമില്ല, ഒന്നുമില്ലാതാകുന്നുമില്ല. പക്ഷേ ഇവയെല്ലാം തോന്നിപ്പിക്കുന്ന നിന്റെ മനസ്സിൻ്റെ ഭ്രമരത്തെയാണ് ചിന്തിക്കേണ്ടത്. ബിനു നാരായണീയം വായിക്കാൻ തുടങ്ങി, സന്തോഷം. എൻ്റെ ഒരു നിർബന്ധപ്രകാരം നാരായണീയം വായിച്ചു തുടങ്ങി. ഭാഗവതം കഴിഞ്ഞു, ദേവി ഭാഗവതം കഴിഞ്ഞു, നാരായണീയം പഠിക്കട്ടെ. നാരായണീയം അങ്ങോട്ട് നന്നായിട്ട് ഭംഗിയായിട്ട് പഠിക്കട്ടെ. പട്ടത്തിക്കാവിൽ അമ്മയുടെ അടുക്കൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ സരസ്വതി ദേവി ലീലയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ ന്യായം, ഭർത്താവിനോട് തോന്നുന്ന ആ ഭ്രമം എന്ന് പറയുന്നത് അവളുടെ സന്തോഷത്തിനും സംതൃപ്തിക്കും ബലമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഭർത്താവ് എന്ന് പറയുന്നത് യഥാർത്ഥമായിരിക്കുന്ന മാനസികമായിരിക്കുന്ന ഗുണത്തെ, ബലത്തെ നൽകുന്നത് കൊണ്ടാണ് ഭർത്താവിനെ വിട്ടുപിരിയാൻ സാധിക്കാതെ വരുന്നത്. അവിടെ ഭർത്താവ് പൂർണ്ണനായിരിക്കുന്നു എന്നുള്ളതാണ്.
ഇതേ സങ്കല്പം തന്നെയാണ് ഇപ്പുറത്ത് ഈ വസിഷ്ഠനും അരുന്ധതിക്കുമുള്ളത്. കാരണം ഒരു ജീവിതത്തിൻ്റെ യാത്ര തുടങ്ങുമ്പോൾ പരസ്പരം സംതൃപ്തിയോട് കൂടിയിട്ടുള്ള ജീവിതമാണ് അവർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ കഴിഞ്ഞ ജന്മവും വരും ജന്മവുമെല്ലാം അവർക്ക് അനുഭവവേദ്യമായി തന്നെ വന്നു ഭവിക്കും. ഈ അനുഭവവേദ്യമായിരിക്കുന്ന തലത്തെ ഉൾക്കൊള്ളുവാനുള്ള മാനസികമായിരിക്കുന്ന തലം രാമൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ സുരേഷ് കുമാർ ആയിക്കോട്ടെ. സുരേഷ് കുമാർ നമ്മുടെ ഭരതൻ്റെ ചേട്ടനാണ്. ഭരതൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന സുരേഷ് ചേട്ടന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു നമസ്കാരം. അപ്പോൾ അതുകൊണ്ട് രാമൻ ചോദിക്കുന്നുണ്ട്, ലീലയുടെ മനസ്സിൻ്റെ സങ്കല്പമാണോ ഭർത്താവിനോടുള്ള യഥാർത്ഥമായിരിക്കുന്ന സ്നേഹം? അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന സ്നേഹം പുറത്ത് കാണിക്കുന്ന ആ ശൈലികളിൽ നിന്നും വ്യത്യസ്തമാണോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് വസിഷ്ഠൻ, ഭർത്താവിനോട് കാണിക്കുന്ന സ്നേഹം, ഭാര്യ കാണിക്കുന്ന സ്നേഹം പകുതി കള്ളത്തരമാണെന്നാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ ഭാര്യയുടെ സ്നേഹത്തെ കള്ളത്തരമാണ് എന്ന് പറയുന്നത്? ഭർത്താവിൽ ഒരു തെറ്റ് ഭാര്യ കണ്ടെത്തിയാൽ തീരുന്ന സ്നേഹമാണ് എങ്കിൽ ഇത്രയും കാലം സ്നേഹിച്ചത് കള്ളത്തരമാണ്. അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരാളോട് ഒരു സ്നേഹമുണ്ട് എങ്കിൽ ഇനി എത്ര തെറ്റുകളും കുറവുകളും കുറ്റങ്ങളും ഉണ്ടായാൽ പോലും ആ സ്നേഹം ഇല്ലാതാകുന്നില്ല. ആ സ്നേഹം ഒരിക്കലും ഒരു വിരോധമോ വിദ്വേഷമോ ആകാൻ സാധിക്കില്ല. യഥാർത്ഥമായിരിക്കുന്ന സ്നേഹത്തിനകത്ത് ഒരു മായവും ഉണ്ടാകില്ല. നമ്മൾ പറയും നമ്മൾ പിണങ്ങുന്നുണ്ട്, നമ്മൾ വഴക്കുണ്ടാക്കുന്നുണ്ട്, പിണങ്ങുന്നുണ്ട്. യഥാർത്ഥമായിരിക്കുന്ന മാനസികമായിരിക്കുന്ന ബലം കുറവായതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പിണക്കങ്ങളും ദേഷ്യങ്ങളും അവയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുമായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ ഭർത്താവിനെ പരിപൂർണമായി ഉൾക്കൊള്ളാൻ ഒരു ഭാര്യയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ ഭാര്യയുടെ സ്നേഹം എന്ന് പറയുന്നത് കള്ളത്തരമാണ്. എനിക്കറിയാം നിങ്ങൾ അതിനെ എതിർക്കുന്നതായിരിക്കാം, പ്രതികരിക്കുന്നതാകും, പ്രതിഷേധിക്കുന്നതൊക്കെ ഉണ്ടാകാം. പക്ഷേ എനിക്കിതിനകത്തുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആ വായിക്കുമ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന സ്നേഹത്തെ, ഭർത്താവിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഭാര്യയുടെ ഉള്ളിൽ നിന്നും താനേ ഉണ്ടായിക്കൊണ്ട് അത് ഭർത്താവിൻ്റെ സ്വഭാവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടേണ്ടതാണ്. ഭർത്താവ് ഏത് തലത്തിലായി മാറുന്നുവോ ആ തലത്തിൻ്റെ അടിസ്ഥാനമാണ് ഭാര്യയുടെ സ്നേഹം, അല്ലെങ്കിൽ അതിൻ്റെ കാരണമാണ് ഭാര്യയുടെ സ്നേഹം. ഒരു പട്ടം ഇങ്ങനെ പറക്കുന്നു. അപ്പോൾ വലതുവശത്ത് കിഴക്കോട്ട് പോയ പട്ടം ഇങ്ങനെ പടിഞ്ഞാറ് വശത്തേക്ക് പറന്നാലും ആ പട്ടം തിരിച്ച് കിഴക്കോട്ട് വരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഭാര്യയാകുന്ന അതിൻ്റെ കേന്ദ്രം വളരെ ശക്തമാണ് എന്നാണ്. ഭാര്യയുടെ അടുക്കലാണ് അതിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ആ കേന്ദ്രം സ്നേഹമാകുന്ന ചരട് കൊണ്ട് ആ പട്ടത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ്. ഈ പോകുന്ന ചരട് എപ്പോഴെങ്കിലും പൊട്ടുന്നുണ്ട് എങ്കിൽ അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ആ പട്ടത്തെ കൊണ്ടുപോകുവാൻ ഈ കയറിനേക്കാൾ ഈ ചരടിനേക്കാൾ ശക്തിയുള്ള കാറ്റുണ്ടാകും. ഇല്ല എങ്കിൽ ഈ കേന്ദ്രത്തിൽ ഈ ചരട് കെട്ടേണ്ട വിധത്തിൽ കെട്ടാത്തത് കൊണ്ടും പട്ടം പറന്നു പോകും.
ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. പട്ടം ഭർത്താവും ചരട് സ്നേഹവും അത് കെട്ടിയിരിക്കുന്ന സ്ഥലം ഭാര്യയുമാണ്. ഈ പട്ടം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പറക്കും. പക്ഷെ എത്ര പറന്നാലും അതിൻ്റെ ഈ ചരടിൻ്റെ ഈ അളവിൽ വിട്ട് ആ പട്ടം പോവില്ല. അഥവാ ഈ പട്ടം മറ്റൊരിടത്തേക്ക് പോയാൽ 2 കാരണങ്ങളാണ് അതിനുള്ളത്. ഒരു കാരണം, ഈ ചരടിനേക്കാൾ ഭാര്യയുടെ സ്നേഹത്തേക്കാൾ വലിയ ശക്തിയുള്ള ഒരു കാറ്റടിച്ചപ്പോൾ പട്ടം താനേ പോയി, ചരടിൽ നിന്ന് പൊട്ടുകയും ചെയ്യും. ചിലതൊക്കെ ചരട് പൊട്ടാതൊക്കെ തന്നെ പോവുകയൊക്കെ ചെയ്യും. പക്ഷേ രണ്ടാമത്തെ കാരണം, ഈ പട്ടം അത് എവിടെയാണോ കെട്ടിവെച്ചിരിക്കുന്നത് ആ കെട്ടിവെച്ചിരിക്കുന്നിടത്ത് ബലമില്ല എങ്കിൽ ആ കെട്ടിൽ നിന്നും ഒന്ന് താനെ, അതായത് ഈ കെട്ട് പിടിച്ചിരിക്കുന്ന പിടിയൊന്ന് അയച്ചാലും ഇത് പോകും. അപ്പം അതുകൊണ്ട് പട്ടം പറക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പം പറയും, അപ്പം പട്ടമാണോ? പട്ടത്തിനല്ല പരാതി. ഇവിടെ ഈ പിടിച്ചു കെട്ടിയിരിക്കുന്ന ഈ ചരടാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പിടിച്ചു വെച്ചിരിക്കുന്ന ചരട് കെട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഒരു വലിയ ഉണ്ട പോലൊരു സാധനത്തിലല്ലേ നമ്മൾ ചരട് കെട്ടി വെക്കുന്നത്, അതാണ്. രജനി രാമേന്ദ്രൻ, നമസ്കാരം. അപ്പോൾ ഭാര്യയ്ക്കാണോ ഇതിനെല്ലാം കുറ്റമെന്ന് ഒരു പക്ഷേ ചോദിച്ചേക്കാം. ഭാര്യയ്ക്കാണ് ഇതിനെല്ലാം കുറ്റം. കാരണം ഭർത്താവ് ഒരു കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം ഭർത്താവുമായി നിലനിൽക്കുമ്പോൾ കിട്ടേണ്ടതായിരിക്കുന്ന ബലം ആവശ്യമുള്ളത് ഭാര്യയ്ക്കാണ്. ഇവിടെ ആവശ്യക്കാർ എന്ന് പറയുന്നത് ഭാര്യയാണ്. ഭർത്താവിനാണോ അല്ലേ ആവശ്യം എന്ന് ചോദിച്ചാൽ ഭർത്താവിനേക്കാൾ കൂടുതൽ ആവശ്യം ഭാര്യയ്ക്കാണ്. കാരണം ഭാര്യയുടെ കഴിവും ഗുണവും കൂടുതലുള്ളതാണ്. നമുക്കറിയാം, ഒരു ബാങ്കിൽ ജോലി ചെയ്തിട്ടുള്ളവരൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ബാങ്കിൽ ഒരുപാട് ജോലിക്കാരുണ്ടാവും. പക്ഷെ ബാങ്കിൽ ഒരു മാനേജരെ ഉണ്ടാകത്തുള്ളൂ. ഇത്രയും പേരുടെയും ഉത്തരവാദിത്വം ആ മാനേജറിലാണ്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ഇതിനെല്ലാം മറുപടി പറയേണ്ടത് ബാങ്ക് മാനേജരാണ്. ഈ മാനേജരാണ്, കുടുംബമാകുന്ന ബാങ്കിൻ്റെ മാനേജരാണ് ഭാര്യ. അതിൽ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന ക്യാഷറിൻ്റെ ഒരു ബാങ്കിൻ്റെ അടിസ്ഥാന കേന്ദ്രമാണ് ക്യാഷ് കൗണ്ടർ എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ പോലും ഇതിനെല്ലാം ഉത്തരവാദിത്വം പറയേണ്ടത് ബാങ്ക് മാനേജറാണ് എന്നുള്ളത് പോലെ തന്നെ ഒരു കുടുംബത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകളോ കുറ്റങ്ങളോ ഭാര്യയുടെ കഴിവ് കേടാണ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത് പറയാം. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള വിധത്തിൽ നമ്മൾ അവയെ ഉപയോഗിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. പട്ടം പറന്നു പോകാതിരിക്കാൻ പട്ടത്തിന് കെട്ടുന്ന കെട്ട് എപ്പോഴും ബലമുള്ളതായിരിക്കണം. അത് പട്ടത്തെയും ചരടിനെയും അവ കെട്ടിയിരിക്കുന്നിടത്തെയും തമ്മിൽ വൃത്തിയായി നമുക്കറിയാവുന്നത് കൊണ്ട് ഇവയെ സ്വയം നമ്മൾ വിശകലനം ചെയ്യുക. അപ്പോൾ സ്വയം വിശകലനം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാകുകയും അവയെ ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ ജീവിതധർമ്മം എന്ന് പറയുന്നത് ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടോ കുടുംബത്തെ നോക്കുന്നുണ്ട് എന്ന് പറയുന്നത് കൊണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കും, ഞാൻ രാവിലെ ചായ വെക്കും, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്നത് കൊണ്ടോ ഇവയൊന്നും അല്ല ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ടത്.
കുടുംബത്തിൻ്റെ സമാധാനം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തിരിച്ച് ചിന്തിക്കാം, എല്ലാത്തിനും പഴി സ്ത്രീകളാണോ എന്ന് ചോദിക്കാം. എല്ലാത്തിനും പഴി പറയാൻ കാരണം സ്ത്രീ തന്നെയാണ്. സ്ത്രീ വിചാരിച്ചെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. കാരണം പുരുഷനേക്കാളിലും വിലയുള്ളത് ഭാര്യയ്ക്കാണ്, ഭർത്താവിനേക്കാൾ വിലയുള്ളത് ഭാര്യയ്ക്കാണ്. അപ്പോൾ ആ ഭാര്യ യഥാർത്ഥമായിരിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകണം. ആ ഭാര്യയിൽ കുറവുകൾ ഉണ്ടായാൽ അത് വളരെയധികം ബാധിക്കപ്പെടുന്നത് ആ കുടുംബത്തെ മുഴുവനാണ് എന്നുള്ളതാണ്. അച്ഛൻ്റെ ഭാഗത്തെ കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകളെ കുടുംബത്തിൽ അറിയിക്കാതിരിക്കാൻ, ഭർത്താവിൻ്റെ ഭാഗത്തെ കുറവുകൾ ഉണ്ടായാൽ ആ കുറവുകളെ നികത്തി കൊണ്ടുപോകുവാൻ ആ വീട്ടിലെ ഭാര്യ വിചാരിച്ചാൽ സാധിക്കും. മക്കളെയും വീട്ടിലെ കാര്യങ്ങളെയും എല്ലാത്തിനെയും നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കും. മറിച്ച് ഒരു ഭാര്യയാണ് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് എങ്കിൽ അവിടെ ഭർത്താവ് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. നടക്കുമെന്നൊക്കെ നമ്മൾ പറയും, എങ്ങും നടന്നിട്ടില്ല, നടക്കുകയുമില്ല. കാരണം എന്താണ്? ഭാര്യ എടുക്കുന്ന പോലെയുള്ള ഭാരം എടുക്കാൻ ഭർത്താവിനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ ദുർബലൻ എന്ന് പറയുന്നത് പുരുഷനാണ്, ഭാര്യ എന്ന് പറയുന്നത് അതിശക്തമാണ് എന്നുള്ളതാണ്. ആ അതിശക്തമായിരിക്കുന്ന ഭാര്യയുടെ പട്ടത്തെ കുടുംബം എന്ന തൂണി കെട്ടിയാൽ പോരെ? അപ്പോൾ പട്ടം പറക്കണ്ടേ? പട്ടം ഒന്ന് പറക്കട്ടെ. പട്ടം പറക്കാതെ തൂണെ കെട്ടിയിട്ട് കഴിഞ്ഞ് അതെന്താണെന്നറിയോ? ഭരതൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഭരതൻ വിചാരിക്കും, ഈ തൂണെ കെട്ടിയിട്ട പട്ടം പോരാ, ഈ പട്ടത്തിന് ഈ തൂണിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകണമെന്ന് അന്നേരം ഭരതൻ പറയും. അല്ലേ സുരേഷ് ഏട്ടാ? അങ്ങനല്ലേ? അത് സുരേഷേട്ടനറിയാൻ മനസ്സിലാവുമല്ലോ. ഭരതൻ അത് വൈവാഹിക ജീവിതത്തിലേക്ക്. ഇന്ന് രാവിലെ ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് തിരുമേനി ഇന്നലെ ഈ പറഞ്ഞതൊക്കെ? തിരുമേനിയുടെ പ്രായവും വിവാഹ ജീവിത സമയവുമൊക്കെ വളരെ ചെറുതാണ്, എന്നിട്ട് എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചതുപോലെയാണ്. നമ്മൾ ഒരിക്കലും നമ്മളുടെ അനുഭവത്തിൽ നിന്ന് മാത്രമല്ല നമ്മൾ പറയപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവയിൽ നിന്നും കണ്ടു പഠിക്കുന്നതും കേട്ടു പഠിക്കുന്നതും അറിയുന്നതുമായിരിക്കുന്ന കാര്യങ്ങളും ചർച്ചയിലേക്ക് കൊണ്ടുവരണം. ഒരുപക്ഷെ എൻ്റെ കാഴ്ചപ്പാടുകളിൽ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ ഉണ്ടായെങ്കിൽ ഇപ്പോൾ ടീച്ചറിനെ പോലെയുള്ള, ലതമാമിനെ പോലെയുള്ള ആൾക്കാർ, കാരണം എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരാണവർ, അങ്ങനെയല്ല എന്ന് തിരികെ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് മാറ്റമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ വളരെ പ്രധാനമായിരിക്കുന്ന, വളരെ പ്രാധാന്യമുള്ളതായിരിക്കുന്ന അവസ്ഥകളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് ജീവിതത്തിൽ സാധിക്കണമെങ്കിൽ കുടുംബ ജീവിതത്തിൽ മനസ്സിന് ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ആ മനസ്സിൻ്റെ പ്രാധാന്യം എന്നുള്ളത് കൊണ്ടാണ് വിവാഹ ജീവിതം മംഗളകരമായി നടക്കാൻ തിങ്കളാഴ്ച വ്രതമെടുക്കാൻ പറയുന്നത്. നമ്മൾ പറയും തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ശിവനെ പൂജിക്കാനാണ്, പാർവതിയെ പൂജിക്കാനാണ് എന്നൊക്കെ പറയും. ശിവനെയും പാർവതിയും ഒന്നും പൂജിക്കാനല്ല തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത്. ഒരു പെൺകുട്ടി അവളുടെ മനസ്സ്, തിങ്കൾ എന്ന് പറയുന്നത് ചന്ദ്രനാണ് എന്ന് പറയും. ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിന് കാരകത്വം വഹിക്കുന്ന ആളാണ്. അപ്പോൾ വൈവാഹിക ജീവിതത്തിൽ നല്ല മനസ്സോടുകൂടി മുന്നോട്ട് പോകുവാൻ പ്രധാനമായിട്ടും മനസ്സിനാണ് പ്രാധാന്യമെന്ന്, ആ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് തിങ്കളാഴ്ച വ്രതം എടുത്തുകൊണ്ട് എന്ന് നമ്മളറിയണം. തിങ്കളാഴ്ച ദിവസത്തിൻ്റെ ബലവും അതുതന്നെയാണ്. ബോസേ നമസ്കാരം. ദീപു ശ്രീധർ നമസ്കാരം.
അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ ഗുണങ്ങളും അനുഗ്രഹങ്ങളുമെല്ലാം ലളിത രാജ്കുമാർ നമസ്തേ. അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലയുള്ളത് അവളുടെ മനസ്സാണ്. അതാണ് പതിവ്രത ബലം എന്ന് പറയുന്നത്. പാതിവൃത്യ ബലം എന്ന് പറയുന്നത് അവളുടെ മനസ്സിൻ്റെ ബലമാണ്. അതിനപ്പുറത്തൊരു ബലം ഒരു സ്ത്രീക്കും കിട്ടാനില്ല. അവളുടെ പതിവ്രതാ ബലം എന്ന് പറയുന്നത് അവളുടെ മനസ്സിനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ മനസ്സിന് പതിയെ വ്രതത്തോടുകൂടി ഉപയോഗിക്കണം. വ്രതം എന്ന് പറയുന്നത് ഒരു നിഷ്ഠയാണ്. പാതിവൃത്യം എന്ന് പറയുന്നത് പതിവ്രതാധർമ്മം എന്ന് പറയുന്നതുമെല്ലാം അതുതന്നെയാണ്. ഇവിടെ മനസ്സിനാണ് പ്രാധാന്യം. മനസ്സില്ല എങ്കിൽ മറ്റെന്ത് ഗുണങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് കാര്യമില്ല. സമൂഹം പക്ഷെ ചിന്തിക്കുന്നത് ശാരീരികമായിരിക്കുന്ന ബലമാണ് പതിവ്രതാ ബലം എന്നാണ്. അതല്ല പതിവ്രതാ ബലം, മനസ്സിൻ്റെ ബലമാണ് എന്നുള്ളതാണ്. അപ്പം മനസ്സിൻ്റെ ബലം എന്ന് പറയുന്നത് വളരെ ശക്തവും ബലവുമുള്ളതാക്കി കൊണ്ടുപോകുവാൻ ലീലയ്ക്കിവിടെ കഴിഞ്ഞതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച്, ടീച്ചറിൻ്റെ പേരും അങ്ങനെ തന്നെ ആണല്ലോ എന്നുള്ളതല്ലേ, അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ലീല എന്ന് പറയുന്ന പത്മൻ്റെ ഭാര്യയായിരിക്കുന്ന ശ്രീലത അജയ്, നമസ്കാരം ടീച്ചർ. അതാ ഒരു ടീച്ചറോട് ഉണ്ട്. ഇത് ശ്രീലത അജയ് ഭിലായിലാണ്, ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. ഞാൻ ഭിലായിലൊക്കെ പല പ്രാവശ്യം പോകുമ്പോഴൊക്കെ കണ്ടിട്ടുള്ള, ഞാൻ അവിടെ താമസിച്ചിട്ടുള്ള, ആദ്യമായി ഭിലായി ചെല്ലുന്നത് ശ്രീലത ടീച്ചറിൻ്റെ വീട്ടിലാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു നല്ല അധ്യാപികയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന ഗുണത്തെ ബലമുള്ളതാക്കി മാറ്റുന്ന ആക്കിക്കൊണ്ട് ടീച്ചർ പറഞ്ഞതുപോലെ മനോബലത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ ഒരു സ്ത്രീക്ക് സാധിക്കണം. അതുകൊണ്ടാണ് തിങ്കളാഴ്ച വ്രതം കൃത്യമായിട്ടെടുക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പതിവ്രതാ ബലം കൊണ്ട് ജീവിതത്തിൽ വിജയിച്ചവരുടെ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സാണ് ശക്തി. രാമനോട് ലീലോപാഖ്യാനത്തിൽ പറഞ്ഞു തീർക്കുന്നത് ഇതാണ്: രാമ, മനസ്സാണ് ശക്തി. ലീല എന്ന രാജപത്നിയുടെ മനസ്സിൻ്റെ ബലം കൊണ്ടാണ് അവൾക്ക് അനുകൂലമായി എല്ലാം വന്നു ഭവിക്കുന്നത്. അവളുടെ മുമ്പിലേക്ക് സകലതും നന്മയുള്ള തലങ്ങളായി വന്നു ഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവളുടെ മനസ്സിൻ്റെ ബലമാണ്. അപ്പോൾ മനസ്സിൻ്റെ ബലം ഉണ്ടാക്കിയെടുക്കുന്ന ദിവസങ്ങളായി നമുക്ക് ഓരോ ദിവസങ്ങളും നമുക്ക് മാറണം. കാരണം മനസ്സുണ്ടായാൽ പിന്നെ മനസ്സ് പോവില്ല. അഥവാ മനസ്സ് പോയാൽ അതൊട്ട് തിരികെ വരികയുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾക്കൊരാളോട് പിണങ്ങാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ ആളിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരാളോട് പിണങ്ങുന്നുണ്ട് എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ ആളിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഒരാളോടും നമുക്ക് പിണങ്ങാൻ സാധിക്കില്ല. അത് ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയുമാകണം. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ഈ അഭിപ്രായ വ്യത്യാസത്തിന് ഒരു ദിവസത്തിൻ്റെ ആയുസ്സേ കൊടുക്കാവൂ എന്നാണ് നിയമം. ഇന്ന് രാവിലെ എന്ത് പ്രശ്നമുണ്ടായാലും ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കണം, എത്ര വലിയ പ്രശ്നമായിരുന്നാലും. കാരണം എത്ര വലിയ പ്രശ്നത്തെയും പരിഹരിക്കുവാൻ ഇവർ ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് വിട്ടുവീഴ്ചയുടെ ബലം ആരിലാണോ കൂടുതലുള്ളത് അവരാണ് വിജയിക്കുക എന്നുള്ളതാണ്. മണ്ടനാണോ മണ്ടിയാണോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കും. കേട്ടോ, ഞാൻ പറഞ്ഞതെല്ലാം പുള്ളിക്കാരൻ കേട്ടു.
അപ്പം ഞാൻ പറഞ്ഞതല്ലേ ശരി എന്ന് ചിന്തിച്ചാൽ ഓർത്തോളണം, ഭർത്താവാണ് അവിടെ ജയിച്ചത്. ഭാര്യ പറയുന്നതിനെ അംഗീകരിക്കുന്നത് നമ്മൾ പറയുന്നത് പെൺകോന്തനായതുകൊണ്ടല്ല, മറിച്ച് ഭാര്യ എത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ന് പലപ്പോഴും സമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഭാര്യയുടെ കുറവുകളാണ് എങ്കിൽ ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ ഭർത്താവ്. അവിടെ ജീവിതത്തിന് സകല വിധങ്ങളായിരിക്കുന്ന ഗുണങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ നല്ലവരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തലങ്ങളെ കൊണ്ടുപോകുന്നത് ശിവപുരാണമാണ്. ഉത്തമ ഭാര്യയും ഭർത്താവുമായി മാറുന്നത് ശിവനും പാർവതിയുമാണ്. അവരുടെ അത്രയും വലിയൊരു ഭാര്യയും ഭർത്താവും ഈ ലോകത്തുണ്ടായിട്ടില്ല. എല്ലാ നന്മതിന്മകളും ഗുണങ്ങളും ബലങ്ങളും എല്ലാം ഐശ്വര്യങ്ങളുമെല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശിവപുരാണത്തിൻ്റെ ഒരു യജ്ഞം നമ്മളിവിടെ ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ യോഗവാസിഷ്ടം കഴിഞ്ഞു കഴിയുമ്പോൾ 101 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞമാണ്. അത് പ്രത്യേകത ശിവപുരാണം പാരായണവുമുണ്ട്, പ്രഭാഷണവുമുണ്ട്, നാമജപങ്ങളുമുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നീട് അറിയിക്കാം. അതിന് നല്ലവരായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ സഹകരണങ്ങളും നമുക്ക് ആവശ്യമാണ്. കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ നമുക്കതിലൂടെ സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധമായിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേരുന്നു. നമസ്കാരം.